ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2005 ജർമ്മൻ ലാംഗ്വേജിൽ റിലീസായിട്ടുള്ള ദ സീക്രട്ട് ലവ് എന്ന മൂവിയുടെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ 17 വയസ്സുള്ള നമ്മുടെ നായകനായിട്ടുള്ള ജോയ് ഒരു ബീച്ചിന്റെ സൈഡിലെ കുന്നിന്റെ ചെരുവിലിരുന്ന് ബീച്ചിൽ നീന്തിക്കൊണ്ടിരുന്ന സ്ത്രീയെ നോക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആ നീന്തിക്കൊണ്ടിരിക്കുന്ന സ്ത്രീയുടെ പേരാണ് റോസ്മേരി. റോസ്മേരി കരയിൽ കയറി തന്റെ ഡ്രസ്സെല്ലാം മാറുന്ന സമയം ജോയ് നേരെ ആ കുന്നിന്റെ സൈഡിലൂടെ താഴേക്കിറങ്ങി വരാൻ വേണ്ടി നോക്കുന്നു. എന്നാൽ ഈ സമയം അവന്റെ കാൽ സ്ലിപ്പായതും റോസ് ജോയിനെ കാണാൻ വേണ്ടി ഇടയാവുന്നു. അവർ തന്നെ കണ്ടു എന്ന് മനസ്സിലായതും ജോയ് അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ നോക്കുന്ന സമയം റോസ്മേരി അവനെ വിളിച്ചുകൊണ്ട് തന്റെ ദേഹത്തുള്ള ടർക്കി മാറ്റിയ ശേഷം അവന്റെ അടുത്ത് നീ ഇത് കാണാൻ വേണ്ടിയല്ലേ വന്നതെന്ന് ചോദിക്കുന്നു. എന്നാൽ പേടി കാരണം ജോയ് ആവട്ടെ അവിടെ നിന്നും വേഗം തന്നെ ഓടിപ്പോകുന്നു. അവിടെ കട്ട് ചെയ്ത് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം മാർക്കറ്റിലൂടെ തന്റെ അച്ഛന്റെയും അമ്മയുടെയും കൂടെ ഷോപ്പിങ്ങിന് പോകുന്ന ജോയിനെയാണ് കാണിക്കുന്നത്. അച്ഛനും അമ്മയും മുമ്പിൽ നടക്കുന്ന സമയം ജോയ് തന്റെ കുഞ്ഞനീത്തിയെയും പിടിച്ചുകൊണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട കടകളെല്ലാം കയറി ഇറങ്ങി നടക്കുന്നു. എന്നാൽ ഈ സമയം റോസ്മേരി ഒരു കടയിൽ ഷോപ്പിംഗ് എല്ലാം നടത്തുന്നത് കണ്ടതും അവൻ തന്റെ സഹോദരിയുടെ അടുത്ത് താൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് റോസ്മേരി പോകുന്നത് കണ്ട് അവരെ ഫോളോ ചെയ്തു പോകുന്നു. കുറച്ചു കഴിഞ്ഞതും റോസ്മേരി ഒരു ഹോട്ടലിലേക്ക് കയറി പോകുന്നത് കണ്ടതും ജോയും വേറെ ഒന്നും നോക്കാതെ അവരെ ഫോളോ ചെയ്തു പോകുന്നു. എന്നാൽ ഹോട്ടലിൽ വെച്ച് ജോയ്ക്ക് ഏത് മുറിയിലേക്കാണ് അവർ കയറിപ്പോയത് എന്ന് മനസ്സിലാവാതെ വന്നതും അവൻ ഒരു മുറിയുടെ മുമ്പിൽ ചെന്ന് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന സമയം കൃത്യസമയം തന്നെ റോസ്മേരി താൻ പുറത്തിട്ടിരുന്ന ചെരുപ്പെല്ലാം എടുക്കാനായി തന്റെ മുറിയുടെ ഡോറെല്ലാം തുറക്കുന്നു. എന്നാൽ ഈ സമയം നായകനെ പുറത്തു നിൽക്കുന്നത് കണ്ടതും അവൾ അവന്റെ അടുത്ത് നമ്മൾ ബീച്ചിൽ വെച്ച് ഇതിനു മുമ്പ് മീറ്റ് ചെയ്തിരുന്നുവെന്ന് ചോദിക്കുന്നു. ജോയ് അവൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കൊടുക്കാതെ പോകാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിലും റോസ് നിർബന്ധപൂർവം അവനെ തന്റെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. റൂമിലെത്തിയതും റോസ് അവന്റെ അടുത്ത് ക്ലോസ് ആയിട്ടെല്ലാം പെരുമാറാൻ വേണ്ടി നോക്കിയതും ജോയ് പെട്ടെന്ന് പേടിച്ചുകൊണ്ട് ആ മുറിയിൽ നിന്നും ഇറങ്ങി ഓടുന്നു. അവിടെ കട്ട് ചെയ്ത് റോസ് താമസിക്കുന്ന ഹോട്ടലിലേക്ക് വിളിക്കുന്ന ജോയിനെയാണ് കാണിക്കുന്നത്. അവൻ മാനേജറിന്റെ അടുത്ത് താൻ റോസിന്റെ ഒരു ബന്ധുവാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അയാളുടെ കയ്യിൽ നിന്നും റോസ് ജോലി ചെയ്യുന്ന സ്ഥലത്തിന്റെ അഡ്രസ് എല്ലാം ചോർത്തിയെടുക്കുന്നു. അവിടെ കട്ട് ചെയ്ത് തന്റെ ഫ്രണ്ടിന്റെ കൂടെ ജോലിക്ക് പോകുന്ന റോസിനെയാണ് കാണിക്കുന്നത്. റോസിനെ പറ്റി നോക്കുകയാണെങ്കിൽ അവൾ ഒരു കമ്പനിയിലെ ഡെലിവറി ഗേളായിട്ടാണ് ജോലിയെല്ലാം ചെയ്യുന്നത്. റോസും ഫ്രണ്ടും കൂടി അന്നത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങാൻ നേരം റോസിന് അവളുടെ സൈക്കിളിന്റെ മുകളിൽ നിന്നും ഒരു ബൊക്കെയെല്ലാം കിട്ടുന്നു. അവൾ അതുമായി വീട്ടിൽ വന്ന ശേഷം കുറെ അധികം ചിന്തിച്ചു നോക്കുന്നുണ്ടെങ്കിലും അവൾക്ക് ആരാണ് തനിക്ക് ഈ ബൊക്കെയെല്ലാം അയച്ചു തന്നത് എന്ന കാര്യമൊന്നും കണ്ടെത്താൻ വേണ്ടി സാധിക്കാതെ വരുന്നു. അങ്ങനെ റോസിന്റെ ലൈഫെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം ഒരു ദിവസം അവൾ പാക്കേജ് എല്ലാം ഡെലിവറി ചെയ്യാൻ പോകുന്ന സമയം ജോയ് അവളെ അവന്റെ സ്കൂട്ടറിൽ ഫോളോ ചെയ്ത് വരുന്നു. എന്നാൽ ഈ കാര്യം നോട്ടീസ് ചെയ്ത റോസ് ജോയിനെ റോഡിൽ വെച്ച് തടഞ്ഞു നിർത്തിയ ശേഷം അവന്റെ അടുത്ത് എന്തിനാണ് തന്നെ ഫോളോ ചെയ്ത് വരുന്നതെന്ന് ചോദിക്കുന്നു. എന്നാൽ നായകനാവട്ടെ ഓരോ കള്ളക്കഥയെല്ലാം ഉണ്ടാക്കി പറയുന്നുണ്ടെങ്കിലും റോസ് അവന്റെ കള്ളക്കഥയെല്ലാം കൈയോടെ പിടികൂടുന്നു. റോസ് നായകനെ ഇനി തന്നെ ഫോളോ ചെയ്ത് വരരുത് എന്ന് വാണിംഗ് കൊടുത്ത ശേഷം തന്റെ സൈക്കിളുമായി നേരെ ഡെലിവറിക്ക് വേണ്ടി പോകുന്നു. എന്നാൽ നമ്മുടെ നായകനായിട്ടുള്ള ജോയ്ക്ക് റോസ് പറഞ്ഞിട്ടുള്ള ഈ കാര്യമെല്ലാം ആലോചിച്ച് വളരെയധികം വിഷമമെല്ലാം വരുന്നു. അവൻ അന്ന് വൈകുന്നേരം റോസ് ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നത് കണ്ടതും അവളുടെ അടുത്ത് നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിട്ടിരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് റോസിന്റെ അടുത്ത് തന്റെ ആഗ്രഹങ്ങളെല്ലാം പറയുന്നു. എന്നാൽ റോസ് ആവട്ടെ തനിക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്നും കൂടാതെ ഞാൻ നിന്നെക്കാളും 20 വയസ്സ് മൂത്താണെന്ന് കൂടി പറയുന്നു. അതുകൊണ്ട് നീ പറയുന്ന ഈ ഫ്രണ്ട്ഷിപ്പ് ഒന്നും നമുക്കിടയിൽ ഒരിക്കലും മറക്കാവില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവനെ അവിടെ നിന്നും പറഞ്ഞേക്കുന്നു. എന്നാൽ ഈ സമയം വണ്ടിയെടുത്ത് പോകാൻ നോക്കിയ ജോയ് അവിടെ സ്ലിപ്പായി വീഴുന്ന ശബ്ദം കേട്ടതും റോസ് വേഗം ചെന്ന് അവൻ എന്തെങ്കിലും പരിക്ക് പറ്റിയോ എന്ന് നോക്കുന്നു. ജോയുടെ കയ്യിൽ നിന്നും രക്തം വരുന്നത് കണ്ടതും റോസ് അവനെ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ശേഷം അവന്റെ മുറിവിൽ ബാൻഡേഡ് എല്ലാം വെച്ച് കെട്ടിക്കൊടുക്കുന്നു. മരുന്നെല്ലാം കെട്ടിക്കൊടുക്കുന്ന സമയം ജോയ് റോസിന്റെ അടുത്ത് അവളുടെ കാമുകൻ എവിടെയാണെന്ന് ചോദിക്കുന്നു. ഇത് കേട്ടതും റോസ് അവൻ ജോലിയുടെ ആവശ്യത്തിനായി മറ്റൊരു ടൗണിലേക്ക് പോയിരിക്കുകയാണെന്നും എന്നാലും കുറച്ചു ദിവസത്തിനകം തിരിച്ചു വരുമെന്നെല്ലാം പറയുന്നു. ജോയ്ക്ക് അവിടെ നിന്നും പോകാൻ വേണ്ടി അത്ര താല്പര്യമൊന്നുമില്ലാത്തത് കൊണ്ട് അവൻ റോസിന്റെ അടുത്ത് എന്തിനാണ് അന്ന് ഹോട്ടലിൽ പോയി താമസിച്ചതെന്ന് ചോദിക്കുന്നു. എന്നാൽ റോസ് ആ സമയം വീട്ടിൽ മെയിൻ്റനൻസിന്റെ വർക്കെല്ലാം നടക്കുകയായിരുന്നുവെന്നും അതുകൊണ്ടാണ്
കുറച്ച് ദിവസത്തേക്ക് തന്റെ താമസമെല്ലാം ഹോട്ടലിലേക്ക് മാറ്റിയെന്ന് പറയുന്നു. റോസുമൊത്ത് സംസാരിച്ചുകൊണ്ട് ഒരു കമ്പനിയെല്ലാം ആയതും ജോയ് അവളുടെ അടുത്ത് താനെന്ന് ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടിയത് പേടി കാരണമായിരുന്നുവെന്നും എന്നാൽ തനിക്ക് ഇപ്പോൾ പേടിയൊന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് റോസിനെ ഒരു കള്ളച്ചിരിയോടെ നോക്കുന്നു. കാര്യം മനസ്സിലായതും റോസ് അവനെ നേരെ തന്റെ ബെഡ്റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ശേഷം അവനുമൊത്ത് ക്ലോസ് ആയിരിക്കാൻ വേണ്ടിയെല്ലാം നോക്കുന്നു. എന്നാൽ നായകനാവട്ടെ ഇതിലൊന്നും തീരെ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് അവനെ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കാതെ വരുന്നു. അതുകൊണ്ട് തന്നെ റോസ് അവന്റെ അടുത്ത് വീട്ടിൽ പോകാൻ പറഞ്ഞുകൊണ്ട് അവനെ ഫ്ലാറ്റിൽ നിന്നും ഇറക്കി വിടുന്നു. എന്നാൽ പോകുന്നതിന് മുമ്പായി നായകൻ അവളുടെ അടുത്ത് തനിക്ക് ഒരവസരം കൂടി തരുമോ എന്ന് ചോദിക്കുന്നു. നായകന്റെ ഈ ചോദ്യത്തിന് റോസ് പ്രത്യേകിച്ച് മറുപടിയൊന്നും കൊടുക്കുന്നില്ലെങ്കിലും അവളുടെ മുഖത്തുള്ള ചിരിയിൽ നിന്നും ഇത് സമ്മതമാണെന്ന് മനസ്സിലാവുന്നു. അവിടെ കഴിച്ചത് പിറ്റേ ദിവസം ക്ലാസ് കഴിഞ്ഞതും നായകൻ നേരെ റോസിനെ കാണാൻ വേണ്ടി അവളുടെ ഫ്ലാറ്റിലേക്ക് വരുന്നു. ഈ സമയം റോസ് അവന്റെ അടുത്ത് അവന്റെ പാരന്റ്സിനെ പറ്റിയെല്ലാം ചോദിച്ചതും ജോയ് തന്റെ അച്ഛൻ ഒരു ബിസിനസ്സുകാരനാണെന്നും കൂടാതെ തന്റെ അമ്മയ്ക്ക് ഫോട്ടോഗ്രാഫിയിൽ കുറച്ച് താല്പര്യമെല്ലാം ഉള്ളതുകൊണ്ട് അച്ഛൻ അമ്മയ്ക്ക് ഒരു സ്റ്റുഡിയോ ഇട്ട് കൊടുത്തിരുന്നുവെന്നും എന്നാൽ അമ്മയ്ക്ക് അതൊന്നും നടത്താൻ അറിയാത്തത് കൊണ്ട് അതിപ്പോൾ പൂട്ടിക്കിടക്കുകയാണെന്ന് തമാശ പോലെ റോസിന്റെ അടുത്ത് പറയുന്നു. അവർക്കിടയിലുള്ള സംസാരമെല്ലാം കഴിഞ്ഞതും രണ്ടുപേരും കൂടി ക്ലോസ് ആയിട്ടെല്ലാം പോകുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നായകന്റെ അമ്മ താനും അച്ഛനും കൂടി ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് പോവുകയാണെന്നും അതുകൊണ്ട് അവന്റെ അനിയത്തിയെല്ലാം നല്ല പോലെ നോക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നായകന്റെ അടുത്ത് ഏൽപ്പിക്കുന്നു. ഈ സമയം നായകനാവട്ടെ തന്റെ അനിയത്തിക്ക് TV എല്ലാം വെച്ചു കൊടുത്ത ശേഷം താൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് സ്കൂട്ടറുമായി നേരെ റോസിന്റെ വീട്ടിലേക്ക് വരുന്നു. വീട്ടിൽ വന്നതും രണ്ടുപേരും കൂടി റൊമാൻസ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം റോസ് തന്റെ കാമുകന്റെ കാറിന്റെ ശബ്ദമെല്ലാം പുറത്തു നിന്നും കേൾക്കുന്നു. തന്റെ കാമുകൻ താഴെ എത്തി എന്ന് മനസ്സിലായതും റോസ് പേടിച്ചുകൊണ്ട് വേഗം തന്നെ നായകനെ തന്റെ കാമുകന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്താനായി അവരുടെ മുറിയുടെ ബാൽക്കണിയിൽ കൊണ്ടുപോയി ഒളിപ്പിക്കുന്നു. റോസ് തന്റെ കാമുകനായിട്ടുള്ള ബിൽ എത്രയും പെട്ടെന്ന് പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് നേരെ കാമുകന്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നാൽ പുറത്താവട്ടെ വളരെയധികം ശക്തമായിട്ടുള്ള മഴയായതുകൊണ്ട് ബിൽ അന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു. ഇത് കാരണം ബിൽ അന്ന് രാത്രി ഉറങ്ങുന്നത് വരെ നായകൻ ബാൽക്കണിയിലിരുന്ന് ആ മഴയെല്ലാം കൊള്ളേണ്ടി വരുന്നു. ബിൽ മയക്കത്തിലായി എന്ന് മനസ്സിലായതും റോസ് നായകനെ ഒരു തരത്തിൽ ആ മുറിയിൽ നിന്നും പുറത്തേക്ക് കടത്തിക്കൊണ്ട് നായകനെ അവിടെ നിന്നും രക്ഷപ്പെടുത്തി വിടുന്നു. ജോയ്ക്ക് റോസിന്റെ അടുത്ത് ചെറുതായി പ്രണയമെല്ലാം തോന്നി തുടങ്ങിയതുകൊണ്ട് റോസ് അവളുടെ കാമുകന്റെ കൂടെ താമസിക്കുന്നതിൽ ജോയ്ക്ക് ചെറുതായി അസൂയയെല്ലാം തോന്നുന്നു. വീട്ടിലെത്തിയതും ജോയുടെ അമ്മ അവനെ തന്റെ സഹോദരിയെ നോക്കാതെ തോന്നിയ പോലെയെല്ലാം കറങ്ങി നടക്കുന്നതിന് വഴക്കെല്ലാം പറയുന്നുണ്ടെങ്കിലും ജോയുടെ മനസ്സിൽ ഇപ്പോൾ റോസിന്റെയും ബില്ലിന്റെയും കാര്യമായതുകൊണ്ട് അവൻ അതൊന്നും മൈൻഡാക്കാതെ വിടുന്നു. അവിടെയൊക്കെ ചെയ്ത് തലേന്ന് കുറെ അധികം മഴയെല്ലാം കൊണ്ടതുകൊണ്ട് ജോയുടെ ഹെൽത്ത് ഓക്കെ ആണോ എന്ന് നോക്കാൻ വേണ്ടി സ്കൂളിലേക്ക് ചെന്നിരിക്കുന്ന റോസിനെയാണ് കാണിക്കുന്നത്. എന്നാൽ ഈ സമയം ജോയ് ആവട്ടെ അവന്റെ പോസിറ്റീവ്നെസ് കാരണം അവൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടി കൊടുക്കാതെ റോസിന്റെ അടുത്ത് ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്നു. എന്നാൽ കുറച്ചു കഴിഞ്ഞതും ജോയ്ക്ക് തന്റെ തെറ്റെല്ലാം മനസ്സിലായ ഉടനെ അവൻ റോസിന്റെ അടുത്ത് അന്ന് രാത്രി തന്റെ അമ്മയുടെ പൂട്ടി കൊടുക്കുന്ന സ്റ്റുഡിയോയിലേക്ക് വരാൻ വേണ്ടി പറയുന്നു. സ്റ്റുഡിയോയിൽ വെച്ച് അവൻ റോസിന്റെ അടുത്ത് മാപ്പെല്ലാം പറഞ്ഞ ശേഷം അവളുടെ കൂടെ വളരെയധികം ക്ലോസ് ആയിട്ടെല്ലാം ഇരിക്കുന്നു. അങ്ങനെ ആ ദിവസത്തിന് ശേഷം അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ചെറിയ പ്രണയമെല്ലാം ഡെവലപ്പ് ചെയ്തു വരുന്നു. അവരുടെ രണ്ടുപേരുടെ ലൈഫെല്ലാം കുഴപ്പങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്ന സമയം ജോയ് ഒരു ദിവസം റോസിനെ തന്റെ അച്ഛന്റെ ഗോഡൌണിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. ഗോഡൌണിൽ വെച്ച് അവർ രണ്ടുപേരും അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഫിസിക്കലി എല്ലാം പോകുന്നു. ഇതേ സമയം ജോയുടെ വീട്ടിൽ അവന്റെ മുറിയെല്ലാം പരിശോധിച്ചുകൊണ്ടിരുന്ന അവന്റെ അമ്മയ്ക്ക് ജോയുടെ ഫോണിൽ നിന്നും റോസിന്റെ ഫോട്ടോ എല്ലാം ലഭിക്കുന്നു. ഇതിൽ എന്തോ സംശയം തോന്നിയ ജോയുടെ അമ്മ അവൻ അന്ന് രാത്രി വീട്ടിൽ വന്ന ഉടനെ അവന്റെ അടുത്ത് അവനും റോസും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ചോദിക്കുന്നു. ഈ സമയം ജോയ് അവർ ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ജോയുടെ അമ്മ നിനക്കൊരിക്കലും നിന്നെക്കാളും 10-20 വയസ്സ് മുകളിലുള്ള ഒരു വ്യക്തിയുമായി സുഹൃത്ത് ബന്ധത്തിലിരിക്കാനാവില്ലെന്നും അതുകൊണ്ട് ഇനി അവളുമായി ഒരു കണക്ഷൻ പോലും പാടില്ലെന്ന് ജോയുടെ അടുത്ത് കർശനമായി പറയുന്നു. എന്നാൽ ഇത് കേട്ടതും ജോയ് പെട്ടെന്ന് തന്നെ പൊട്ടിത്തെറിക്കുന്നത് കണ്ട് ജോയുടെ അമ്മയ്ക്ക് അവരുടെ ഫ്രണ്ട്ഷിപ്പിൽ എന്തോ പ്രശ്നമുണ്ട് എന്നെല്ലാം തോന്നുന്നു. അവിടെയൊക്കെ ചെയ്ത് ജോയ് മൊത്തമുള്ള കറക്കമെല്ലാം കഴിഞ്ഞ് രാത്രി വീട്ടിലേക്ക് ചെല്ലുന്ന റോസിനെയാണ് കാണിക്കുന്നത്. ഈ സമയം അവിടെ ഇരുന്ന് മദ്യപിച്ചുകൊണ്ടിരുന്ന ബിൽ അവളുടെ അടുത്ത് നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നു. എന്നാൽ റോസ് ആവട്ടെ അവന്റെ ചോദ്യങ്ങളെല്ലാം ഒഴിവാക്കാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിലും ഇതിൽ സംശയം തോന്നിയ ബിൽ റോസിനോട് തന്റെ അടുത്ത് നൈബേഴ്സ്
ഇവിടെ ഒരു പയ്യനെല്ലാം വന്നു പോകുന്ന കാര്യം പറഞ്ഞുവെന്നും അതുകൊണ്ട് നീ സമയം കളയാതെ അതാരാണെന്ന് പറയാൻ നോക്കാൻ വേണ്ടി പറയുന്നു. എന്നാൽ അവൻ എത്രയൊക്കെ ചോദിച്ചിട്ടും റോസ് ഒന്നും തന്നെ മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് ദേഷ്യം വന്ന ബിൽ തന്റെ ശക്തിയെടുത്ത് ഫ്രിഡ്ജിന്റെ മേലെ ആഞ്ഞടിച്ചതും അതിന്റെ മുകളിലുണ്ടായിരുന്ന ഒരു ചില്ലൂപ്പി താഴെ വീണ് പൊട്ടിയ ഉടനെ റോസിന്റെ നെറ്റിയിൽ വന്നു കൊള്ളുന്നു. റോസിന്റെ നെറ്റിയിലെ മുറിവ് കണ്ടതും വിൽ വേഗം തന്നെ അവൾക്ക് വേണ്ട മരുന്നും ഫസ്റ്റ് എയ്ഡ് എല്ലാം ചെയ്തു കൊടുത്ത ശേഷം അവളോട് റെസ്റ്റ് എടുത്തോളാനായി പറയുന്നു. ഉറങ്ങുന്നതിന് മുമ്പായി റോസ് വില്ലിനോട് താൻ നിന്റെ അടുത്ത് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത രീതിയിലുള്ള വലിയൊരു തെറ്റ് ചെയ്തുവെന്ന് ഒരു കുറ്റസമ്മതമെല്ലാം നടത്തുന്നു. സംഭവമെല്ലാം അറിഞ്ഞതും വില്ലിന് വളരെയധികം ദേഷ്യമെല്ലാം വരുന്നുണ്ടെങ്കിലും അവൻ റോസിനോടുള്ള സ്നേഹം കാരണം അതെല്ലാം താൻ മറന്നു കളയാമെന്ന് പറയുന്നു. അവിടെ കക്ഷിത് ജോയുടെ അമ്മ റോസിനെ വന്ന് മീറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവർ റോസിന്റെ അടുത്ത് ഇനി ഒരിക്കലും ജോയിനെ കാണാൻ വേണ്ടി ചെല്ലാൻ പാടില്ലെന്നും കൂടാതെ അടുത്ത ആഴ്ച മുതൽ അവന് ഫൈനൽ ഇയർ എക്സാം ആണ് വരുന്നതെന്നും നിന്റെ കൂടെ നടക്കുമ്പോൾ അവന് പഠിത്തത്തെ പറ്റിയുള്ള ശ്രദ്ധയൊന്നുമില്ലെന്നും അതുകൊണ്ട് അവന്റെ കരിയർ നീ ഒരിക്കലും നശിപ്പിക്കരുതെന്ന് റോസിന്റെ അടുത്ത് പറയുന്നു. അവിടെ കക്ഷിത് സ്കൂൾ വിട്ടു വരുന്ന ജോയിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി ചെല്ലുന്ന റോസിനെയാണ് കാണിക്കുന്നത്. ഈ സമയം റോസ് അവന്റെ അടുത്ത് തന്റെയും വില്ലിന്റെയും കല്യാണമാണെന്നും അതുകൊണ്ട് നീ ഇനി ഒരിക്കലും എന്നെ പറ്റി ചിന്തിക്കാതെ നിന്റെ പഠിത്തത്തിൽ ഫോക്കസ് ചെയ്യാനായി പറയുന്നു. ജോയ് ആവട്ടെ ഈ ഒരു സമയം കൊണ്ട് തന്നെ റോസിനെ വളരെയധികം സ്നേഹിച്ചതുകൊണ്ട് അവന് റോസിന്റെ കല്യാണക്കാര്യം പറഞ്ഞതും ഇത് ഒട്ടും തന്നെ സഹിക്കാനാവാതെ വരുന്നു. അവിടെ കക്ഷിത് ജോയുടെ എക്സാം ദിവസം രാവിലെ അവന്റെ അമ്മ അവന്റെ റൂമിലേക്ക് ചെല്ലുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈ സമയം ജോയ് റൂമിൽ മിസ്സിംഗ് ആണ് എന്ന് മനസ്സിലായതും അവർ വേഗം തന്നെ ജോയുടെ അച്ഛനെ വിളിച്ച് കാര്യമെല്ലാം പറയുന്നു. ജോയെ സംബന്ധിച്ച് ഈ ഒരു എക്സാം എഴുതിയില്ലെങ്കിൽ അവന്റെ ലൈഫിലെ ഒരു വർഷം നഷ്ടപ്പെടുമെന്നുള്ളത് കൊണ്ട് അവന്റെ വീട്ടുകാർക്ക് അവനെ കാണാത്തതിൽ വളരെയധികം ടെൻഷനെല്ലാം വരുന്നു. അവിടെ കക്ഷിത് തന്റെ കല്യാണത്തിന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന റോസിനെയാണ് കാണിക്കുന്നത്. റോസ് തന്റെ ഡ്രസ്സെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയം വില്ലാവട്ടെ കല്യാണത്തിന് പോകാൻ വേണ്ട കാറെല്ലാം നല്ല രീതിക്ക് ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്നു. ഈ സമയം ജോയുടെ അച്ഛനായിട്ടുള്ള നോർമൻ ജോയ് ചിലപ്പോൾ റോസിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ട് നേരെ വില്ലിന്റെ അടുത്ത് വന്ന് ജോയ് ഇവിടേക്ക് വന്നിരുന്നു എന്ന് തിരക്കുന്നു. വില്ലിന്റെയും നോർമന്റെയും സംസാരം ജനാലയിലൂടെ കേട്ട റോസ് വേഗം തന്നെ താഴേക്ക് വന്നുകൊണ്ട് നോർമന്റെ അടുത്ത് ജോയ് എവിടേക്കാണ് പോകാൻ സാധ്യത എന്ന് തനിക്കറിയാമെന്ന് പറയുന്നു. അവൾ വേഗം തന്നെ നോർമനെയും കൂട്ടിക്കൊണ്ട് ജോയ് തന്നെ പണ്ട് കൂട്ടിക്കൊണ്ട് പോയിട്ടുള്ള ആ ഫാം ഹൗസിലേക്ക് പോകുന്നു. ഫാം ഹൗസിലെത്തിയതും അവിടെ മദ്യപിച്ച് ബോധമില്ലാതെ കിടക്കുന്ന ജോയെ കണ്ട ഉടനെ നോർമൻ അവന് എക്സാം തുടങ്ങാൻ വേണ്ടി അധികം സമയമില്ലെന്നും അതുകൊണ്ട് വേഗം തന്നെ അവന്റെ തലയിൽ കുറച്ച് വെള്ളമെല്ലാം ഒഴിച്ച് അവന്റെ ഹാങ് ഓവർ എല്ലാം മാറ്റിയെടുക്കണമെന്ന് പറയുന്നു. റോസും നോർമനും കൂടി അവന്റെ തലയിൽ വെള്ളം കുഴിച്ചതും ദേഷ്യം വന്ന ജോയ് ഇത്രയും കാലവും അച്ഛന് തന്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടായിരുന്നില്ലെന്നും ഇപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം സ്നേഹമെല്ലാം പൊട്ടിമുളച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛന്റെ അടുത്ത് വഴക്കടിക്കാൻ വേണ്ടിയെല്ലാം നോക്കുന്നു. എന്നാൽ നോർമൻ ഒരുവിധം ജോയിനെ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് അവനെ കാറിൽ കയറ്റി നേരെ എക്സാം ഹാളിൽ കൊണ്ടുപോയി ആക്കുന്നു. ഇതേ സമയം റോസും വില്ലും കൂടി ചർച്ചിൽ പോയി കല്യാണമെല്ലാം കഴിച്ച ശേഷം അവർക്കിടയിൽ പുതിയ ലൈഫെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ എക്സാം കഴിഞ്ഞു വന്ന നോർമൻ റോസില്ലാത്ത തന്റെ പുതിയ ലൈഫെല്ലാം നല്ലപോലെ എൻജോയ് ചെയ്യുന്നതും കാണിച്ചുകൊണ്ട് ഈ മൂവി ഇവിടെ വെച്ച് അവസാനിക്കുന്നു.